എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിത്ത് ഓമനക്കുട്ടൻ. നമ്മുടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയല്ല. ഈ സ്പീഡിലുള്ള പോക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രീതിയിൽ വിഷമമാവാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് മനുഷ്യന്മാർക്കുണ്ടാവുന്ന കുറച്ച് മാനുഷിക മൂല്യങ്ങളുണ്ട്. അതായത് സ്നേഹം, കരുണ, അനുകമ്പ, ഒരാൾ പറയാനുള്ളത് കേൾക്കുക, അല്ലെങ്കിൽ പറയുക, ഇങ്ങനെയുള്ള മാനുഷിക മൂല്യങ്ങളൊക്കെ ഉള്ളവനെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് മൃഗം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ കാണാനായിട്ട് നിങ്ങൾ അതിനെ ചിന്തിച്ചു നോക്കിയേ. എത്ര ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇപ്പൊ കുടുംബജീവിതത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും എല്ലാവരും 4-5 സ്ക്രീനിൽ ഒതുങ്ങിപ്പൊക്കൊണ്ടിരിക്കുക. എത്ര ആൾക്കാർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ച് നമ്മുടെ ലോകം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്ക് ചുറ്റും ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ദൃഢമായി നിലനിന്നിരുന്നു. അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കേൾക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, ഒരു കരുണ, അനുകമ്പ, അങ്ങനെയൊക്കെ കുറച്ച് മാനുഷിക വികാരങ്ങൾ മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റുള്ളവർ മുമ്പിൽ തുറന്നു കാണിക്കുന്നതുകൊണ്ടായിരുന്നു ഇത്തരം ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ബൈബിളിലൊരു വാചകം ഞാനിങ്ങനെ ഓർക്കുക: താഴെയുള്ളവനോട് നീ കരുണ കാണിച്ചാൽ മുകളിലുള്ളവൻ നിന്നോടും കരുണ കാണിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിനെ സംബന്ധിച്ച് ചെറിയൊരു കഥ പറയാം. അങ്ങ് കിഴക്കൻ മലയടിവാരത്ത് ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത് ഒരു കർഷകനാണ്. അങ്ങനെ അദ്ദേഹം രാവിലെ തനിക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ട് തന്റെ കൃഷിയിടത്തിലേക്ക് പണിയാനായിട്ട് അങ്ങനെ പണിയെല്ലാം ഒരുവിധം ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ആ പൊതിച്ചോറ് തുറന്ന് അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് അടുത്തുനിന്നൊരു മൂളൽ കേട്ടു. എന്താ തന്നെയായിട്ട് കർഷകൻ ചുറ്റും ആദ്യം നോക്കി, ഒന്നും കണ്ടില്ല. പക്ഷെ പിന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു തെരുവ് നായ അവശനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കിടക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അതിന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും കുറച്ച് കൊണ്ടുവന്ന ആഹാരം കുറച്ച് അതിന് കൊടുക്കുകയും ചെയ്തു. അത് കഴിച്ചതോടെ ആ തെരുവുനായ്ക്ക് അത്യാവശ്യം ഒന്ന് എഴുന്നേൽക്കുക, ഒരു ത്രാണിയാവുകയും നായ അതിനുശേഷം തിരിച്ചു പോവുകയും ചെയ്തു. കർഷകൻ അന്നത്തെ ദിവസം ഒരു നല്ല കാര്യം ചെയ്തതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പക്ഷെ ആ ഗ്രാമത്തെ കാത്ത് ഒരു വലിയൊരു അപകടം പതിയിരിപ്പുണ്ടായിരുന്നു. അതായത് ഗ്രാമത്തിൽ മഴ പെയ്യാതെയായി അറിയാലോ, കൊടും വരൾച്ചയിലേക്ക് ആ ഗ്രാമം പൂപ്പൂത്തി വീണു. ആവശ്യത്തിന് വെള്ളം കിട്ടാതായി, കൃഷിക്ക് വെള്ളമില്ലാതായി. അങ്ങനെ കൃഷി പാടെ നശിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഈ കർഷകനും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സ്തബ്ധനായിട്ട് തന്റെ കൃഷിയിടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അടുത്തേക്ക് പെട്ടെന്ന് ഒരു നായ ഇങ്ങനെ നടന്നു വന്നു. അദ്ദേഹം ആ നായ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി പണ്ട് താൻ ആഹാരവും വെള്ളവും കൊടുത്ത അതേ നായ തന്നെ. ആ നായ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ചുമ്മാ വട്ടം കറങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോൾ എന്തോ ഒരു തോന്നൽ, ഈ നായക്ക് തന്നോട് എന്തോ പറയാനുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് എണ്ണീറ്റു. അപ്പോഴത്തേക്ക് ആ നായ മുന്നോട്ട് നടക്കാൻ ആരംഭിച്ചു. അദ്ദേഹവും ആ നായയുടെ പിന്നാലെ പോയി. നായ കുറച്ചു ദൂരം നടന്ന് ഒരു ചെറിയ ഒരു അരുവിയിലേക്ക് എത്തി. അതായത് നമ്മുടെ മലയിൽ നിന്ന് പൊട്ടി വരുന്ന ചെറിയ അരുവികളില്ലാതെ അങ്ങ് ഒരു അരുവിയുടെ അടുത്തേക്ക് ആ നായ ആ കർഷകനെ നയിക്കുകയാണ് ചെയ്തത്. അപ്പോഴതിന് മനസ്സിലായി താൻ ചെയ്ത ആ നന്മയുടെ ഫലമാണ് ഇന്ന് ആ നായ തനിക്ക് വേണ്ടി കൊണ്ടുതന്നേ. അങ്ങനെ ആ അരുവിയിൽ നിന്നും വെള്ളം ശേഖരിച്ച് കർഷകൻ തന്റെ കൃഷി വീണ്ടും പുനരാരംഭിച്ചു. തന്റെ കൃഷിയിൽ പിന്നെയും വിളവുകൾ വരാൻ ആരംഭിച്ചു. അങ്ങനെ ഗ്രാമവാസികളൊക്കെ ഇതിനെപ്പറ്റി അറിയുകയും തിരക്കുകയും ചെയ്തു. ആ കർഷകൻ ആ ഗ്രാമവാസികൾക്കും ആ അരുവിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ നാട്ടിലെ ജലക്ഷാമവും എല്ലാം മാറി. കർഷകനപ്പം ഇങ്ങനെ മനസ്സിലോർത്തു, താൻ അന്ന് ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയുടെ ഫലമാണ് താൻ ഇന്ന് അനുഭവിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്നത് മാത്രമേ നമുക്ക് ലൈഫിൽ കിട്ടത്തുള്ളൂ. ഇതല്ല ആ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ഗുണപാഠം എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ആർക്ക് കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് തിരികെ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. അദ്ദേഹം അന്ന് പ്രവർത്തിച്ച ചെറിയൊരു നന്മ അത് വലിയൊരു പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് തിരികെ കിട്ടുകയുണ്ടായി. ഇന്ന് പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കാര്യമാണ് അനുകമ്പ, സ്നേഹം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ചെറിയ കരുണയായിരിക്കും നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കും. അതുകൊണ്ട് അടുത്തുള്ളവരെ സ്നേഹിക്കുക, പരിഗണിക്കുക, പറയാനുള്ളത് കേൾക്കുക. ഈ കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെലവഴിക്കാൻ പറ്റുന്നത്. തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരെയും പരിഗണിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. നാളെ ഞാനോ നിങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. ജീവിതം ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ കഥകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഔട്ട്.